ജൂൺ മാസം 10-ാം തീയതി ക്രിസ്തുവർഷം 2026 പാലാരിവട്ടം ബൈബിൾ ചർച്ച് മലയാളം കൂട്ടായ്മയിൽ നിന്ന് ബൈബിൾ പഠനവുമായി ദൈവകൃപയാൽ ഒരിക്കൽ കൂടി വിൻസെൻ്റ് തോമസ്. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിക്കാം നമുക്ക്. അതിനു മുമ്പായിട്ട് ഞാൻ എന്നെ കേൾക്കുന്ന ഏവർക്കും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സമാധാനവും കൃപയും നേർന്നുകൊള്ളുന്നു. ഇബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യപ്രകാരമാണ്: ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ള ധൈര്യവാൾ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സദ്യബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാണ്. അവൻ്റെ മുമ്പിൽ ഒരു സൃഷ്ടിയും മറഞ്ഞിരിക്കുന്നില്ല. അവിടുത്തെ കൺമുമ്പിൽ സകലതും അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവിടുത്തെ സന്നിധിയിലാണ്. ഇത് ദൈവജനത്തെക്കുറിച്ചുള്ള ഇബ്രായ ലേഖനത്തിൽ ശക്തമായ ഒരു ഉപദേശമാണ്. രണ്ടാമതായിട്ട് 2 തിമോത്തി 2-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം. അത് എന്നെപ്പോലുള്ള പഠിപ്പിക്കുന്ന ആൾക്കാരുടെ ഉത്തരവാദിത്തങ്ങളെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഇപ്രകാരമാണ് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്: സത്യത്തിൻ്റെ വചനം യഥാർത്ഥമായി വിഭാഗിച്ചുകൊണ്ട് ലജ്ജ വരാത്ത പ്രവൃത്തിക്കാരനായി നിന്നെ തന്നെ ദൈവത്തിന് കൊള്ളാവുന്നവനാക്കി അഭിമാനിക്കാൻ അവകാശമുള്ള വേലക്കാരനായി ദൈവ തിരുമുമ്പിൽ അർഹതയോടെ പ്രത്യക്ഷപ്പെടാൻ ഉത്സാഹപൂർവ്വം പരിശ്രമിക്കുക. നമുക്ക് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വേദഭാഗത്തിൽ നിന്ന് ഇബ്രായ ലേഖനമാണ് നാം പഠിച്ചു വരുന്നതിൽ നിന്ന് ഇബ്രായ ലേഖനം 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകുന്നു. ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തു എങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യപ്രവർത്തികളാലും തൻ്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധം നൽകിക്കൊണ്ട് നാം സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു തന്നതുമായ ഇത്ര വലിയ രക്ഷ നമുക്ക് ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളെ കൂടിയെടുത്ത് കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. അവിടുത്തെയോട് ദൈവവചന പ്രകാരം ഞങ്ങൾ കണക്ക് ബോധിപ്പിക്കേണ്ട ദിവസമുണ്ട് എന്ന് ഞങ്ങളിതിനെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിനും അതിന് പ്രാധാന്യം കൊടുത്ത് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ. എന്ന് കേൾപ്പിക്കുന്ന വചനം അത് അനുഗ്രഹമായി തീർക്കണമേ. മനസ്സിലാക്കാൻ ഞങ്ങളെ പരിശുദ്ധമായി സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, ആമേൻ. നാം ഇന്ന് മൂന്ന് വേദഭാഗങ്ങൾ വായിച്ചു. ഒന്ന് ഇബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യം. അതിൽ ദൈവത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച്, ഈ ദൈവത്തോടും ഈ ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തിന് ഒരു കണക്ക് ബോധിപ്പിക്കേണ്ട ഒരു ദിവസമുണ്ട് എന്ന് ഇബ്രായ ലേഖനം നമ്മളെ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ മനുഷ്യർക്കല്ല, സംഘങ്ങൾക്കല്ല നമുക്ക് കണക്ക് കൊടുക്കേണ്ടത്, ദൈവത്തോടാണ് എന്ന് ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളെ ദൈവവചനപ്രകാരം ദൈവമഹത്വത്തിനായിട്ട് നാം തീർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ്. രണ്ടാമതായിട്ട് നമ്മൾ വായിച്ചത് 2 തിമോത്തിയോസ് 2-ാം അധ്യായത്തിൽ 15-ാം വാക്യം. എന്നെപ്പോലുള്ള ഉപദേശകന്മാരുടെ ദൈവവചനം ആര് പ്രസംഗിക്കുന്നുവോ, ഉപദേശിക്കുന്നുവോ, സുവിശേഷം പറയുന്നുവോ അവർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഒന്നാമതായിട്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു ഉത്തരവാദിത്തങ്ങളാണ് ഈ 2-ാം അധ്യായത്തിൽ 15-ാം വാക്യത്തിൽ പറയുന്നത്: നിന്നെ തന്നെ ദൈവത്തിൻ്റെ മുമ്പിൽ കൊള്ളാകുന്നവനാക്കി ഉത്സാഹിക്കുക. കൊള്ളാവുന്നവനാക്കുവാൻ ആക്കി ഉത്സാഹിക്കുക എന്ന് പറയുന്ന ഒരു ഉത്സാഹം ആവശ്യമാണത്. മടിയന്മാർക്കുള്ളതല്ല ഈ ജോലി. ദൈവവചന പഠനം മടിയന്മാർക്കുള്ളതല്ല. ഇത് ചെയ്യേണ്ടത് ഒരു ഫുൾ ടൈം ജോലിയായിട്ട് നാം ഇത് ചെയ്താൽ അത് വളരെ ഗുണകരമായിരിക്കും. എന്നാൽ പല സാഹചര്യങ്ങളിലും ഇപ്പോൾ പൗലോസിനെ പോലെ, പൗലോസ് താൻ ടെൻറ്റ് മേക്കറായിരുന്നു നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ജോലി ചെയ്ത് മറ്റുള്ള നമ്മൾ ദൈവമേൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ ചെയ്തും ദൈവവേല ചെയ്യാം എന്നുള്ളതും അനുഗ്രഹീയമായ വാക്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ട് ഈ ഉപദേശകൻ അല്ലെങ്കിൽ സുവിശേഷകൻ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ ഒന്ന്, അവൻ ദൈവസന്നിധിയിൽ കൊള്ളാവുന്നവനാകണം. ആ കൊള്ളാവുന്നുള്ള വാക്ക് അതിന് അംഗീകൃതർ, കലർപ്പില്ലാത്ത പഠിപ്പിക്കുന്നവൻ, യഥാർത്ഥമായി പഠിപ്പിക്കുന്നവൻ, ഉത്സാഹത്തോടെ പഠിപ്പിക്കുന്നതെല്ലാം അർത്ഥമുണ്ട്. ഇതിന് നമ്മൾ ഇപ്പോൾ വെള്ളിയൊക്കെ വാങ്ങുമ്പോൾ വെള്ളിയോടുകൂടെ ഈയം ചേർക്കാം, സ്വർണ്ണത്തോടുകൂടെ കോപ്പർ ചേർക്കാം.
അപ്പോൾ അങ്ങനെയുള്ള മാലിന്യങ്ങൾ ഇല്ലാത്ത പ്യുവർ എന്നുള്ളൊരു ആശയമാണ് അവിടെയുള്ളത്. അതാണ് അങ്ങനെ ദൈവവചനം അത് ദൈവം എപ്രകാരമാണ് ഉദ്ദേശിക്കുന്നത് അപ്രകാരം മനസ്സിലാക്കി പഠിപ്പിക്കാനായിട്ട് നമുക്ക് ആവശ്യമാണ്. അതുമാത്രമല്ല, രണ്ടാമതായിട്ട് ഉത്തരവാദിത്തമായി പറഞ്ഞ് ലജ്ജിക്കാൻ സംഗതി വരാത്ത വേലക്കാരൻ. ഇതൊരു വേലയാണ്. അതുകൊണ്ട് വേലയോട് നമ്മൾ പൂർണ്ണമായിട്ടും അതിനോട് നമുക്ക് കൂറുള്ളവരായിരിക്കണം, വിശ്വസ്തയുള്ളവരായിരിക്കണം. കലർപ്പില്ലാതെ പഠിപ്പിക്കാൻ നമുക്ക് കഴിവുണ്ടാകണം. അല്ലെങ്കിൽ ലജ്ജിക്കാനുള്ള സാധ്യതകളുണ്ട്. ദൈവം കണക്ക് ചോദിക്കുന്ന ദിവസം, പ്രത്യേകിച്ച് സഭയോടുള്ള ബന്ധത്തിൽ എല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ചെല്ലേണ്ടവരാണല്ലോ. അവിടെ ചോദ്യങ്ങളുണ്ടാകും. അവിടെ ലജ്ജിക്കാൻ ഇടവരുത്തരുത്. ആ വിധത്തിൽ നമ്മളെ തന്നെ കൊള്ളാകുന്നവരാക്കുക, ദൈവത്തിന് കൊള്ളാവുന്നവരാക്കേണ്ടതും വേലക്കാരന്മാരുടെ ഉത്തരവാദിത്വമാണ്. മൂന്നാമതായിട്ട് സത്യവചനം നേരെ വിഭാഗിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ എഴുതപ്പെട്ട വചനം അതിനെ കറക്റ്റ്ലി ഡിവൈഡ് ചെയ്യുന്ന എഴുതിയിരിക്കുന്നത് കൃത്യമായിട്ട്. ഇത് ഗ്രീക്ക് ഭാഷയിൽ നോക്കിക്കഴിഞ്ഞാൽ 3 ക്ലോസസ് അതിനുള്ളത്. ഒന്നാമത്തെ ക്ലോസാണ് നിങ്ങൾ ദൈവത്തിന് കൊള്ളാവുന്നവരാകണം. രണ്ടാമതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ലജ്ജിക്കാൻ സംഗതി വരാത്ത വേലക്കാരനായിരിക്കണം. മൂന്നാമതായിട്ട് പറഞ്ഞിരിക്കുന്നത് സത്യവചനം നേരെ ഉപയോഗിക്കുന്നവരായിരിക്കണം. വേലക്കാരൻ ഉത്തരവാദിത്തങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എപ്രകാരമാണോ എഴുതപ്പെട്ടിരിക്കുന്നത് അപ്രകാരം തന്നെ മനസ്സിലാക്കി. എന്നാൽ നമ്മൾ പരിഭാഷപ്പെടുത്തുമ്പോൾ അത് മലയാളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റേതായ പരിമിതികളുണ്ട് എന്നുള്ളത് അത് വാസ്തവമാണ്. എങ്കിലും അത് പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ വചനം കൃത്യമായിട്ട് അത് പഠിപ്പിക്കുവാനായിട്ട് ആവശ്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, നിങ്ങൾ കേട്ടത് നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആവശ്യം. അവർ ദൈവത്തിൻ്റെ വചനമാണ് കേട്ടതെങ്കിൽ അത് സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. മനുഷ്യർ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ഓഫർ ചെയ്താലും അതൊന്നും ഒരു ഗുണമില്ല. അത് നിത്യമായിട്ട് കണക്ക് ബോധിക്കേണ്ട കാര്യങ്ങളേ അല്ല. അതുകൊണ്ട് അതൊന്നുമല്ല വിഷയം. ഇത് ദൈവം സംസാരിച്ചതാണോ, ദൈവവചനപ്രകാരമാണോ, അത് കൃത്യമാണോ എന്നുള്ളതാണ് അത് ഉപദേശകൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ആഴ്ച നാം പഴയ നിയമാരാധനയെക്കുറിച്ചും പുതിയ നിയമാരാധനയെക്കുറിച്ചെല്ലാം വായിച്ചു. പഴയ നിയമത്തിൽ ഒരു യഹൂദ മതം സ്വീകരിച്ചവർക്കോ ദൈവസന്നിധിയിലേക്ക് ദൈനംദിനം പോയി ദൈവമായിട്ടുള്ള കൂട്ടായ്മ ആചരിക്കാൻ അസാധ്യമായിരുന്നു. ദൈവത്തിനെ കടന്നില്ല സാധിക്കുകയില്ല. കാരണം രക്തത്തോടുകൂടെ വർഷത്തിലൊരിക്കൽ അത് മഹാപുരോഹിതന് മാത്രമായിരുന്നു ആ അവസരമുള്ളത്. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ദാവീദ് തന്നെക്കുറിച്ച് പറയുന്നത്, നിൻ്റെ ആലയത്തിൽ കാവൽക്കാരനായിരിക്കുന്നത് ഗുണം. കാരണം അവിടെയാണ് ദൈവസാന്നിധ്യമുള്ളത്. എന്നാൽ അത് ഇന്ന് നമുക്ക് യേശുക്രിസ്തുവിൽ സാധ്യമാണ്. അതിന് പുതിയ നിയമാരാധനയായിട്ടുള്ള വ്യത്യാസം. അതുകൊണ്ട് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ദൈവം കടന്നുചെല്ലാം, കൃപാസനയിലേക്ക് കടന്നുചെല്ലാം, പ്രാർത്ഥിക്കാം എന്നുള്ളതും അവൻ്റെ പൗരോഹിത്യത്തിൽ നമ്മൾ പുരോഹിതന്മാരാണ്, അതും റോയൽ പ്രീസ്റ്റ്ഹുഡാണെന്നുള്ളതെല്ലാം ഇനി വരാൻ പോകുന്ന ഉപദേശങ്ങളാണ്. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പരാമർശിച്ചത്. ഇന്ന് എബ്രായലിനെ വായിച്ചവർ എന്താണ് കേട്ടത്? അതാണ് നമ്മൾ 2-ാം അധ്യായത്തിന് 1 മുതൽ 4 വരെ വായിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നാം വല്ലപ്പോഴും നാം എന്ന് പറയുമ്പോൾ ഈ എഴുത്തുകാരെയും കൂടി ഉദ്ദേശിക്കുകയാണ് കേട്ടോ. നാം വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടത് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമായിരിക്കും. എന്താണ് കേട്ടത് എന്നുള്ളതാണ് വിഷയം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ 1-ാം അധ്യായത്തോട് ചേർത്ത് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ അവരെ കേട്ടതിൻ്റെ സാരം നമുക്ക് മനസ്സിലാകും. അത് കർത്താവായ യേശു ക്രിസ്തുവിനെക്കുറിച്ച്, പുത്രനെക്കുറിച്ചുള്ള കേൾവി ആയിരുന്നു. എന്നാൽ കാരണം എന്താണ്? 2-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം മുതൽ മനുഷ്യപുത്രനെക്കുറിച്ചാണ്, സൺ ഓഫ് ഗോഡ്, സൺ ഓഫ് മാനെ കുറിച്ചാണ് അവിടെ ഇനി പരാമർശിക്കാൻ പോകുന്നത്. നമുക്കറിയാം യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. ഒരു വ്യക്തിയിൽ 2 നേച്ചർ, 2 സ്വഭാവങ്ങൾ കലർപ്പില്ലാതെ ഉള്ള ഒരു വ്യക്തിയാണ്. വിത്തൗട്ട് കൺഫ്യൂഷൻ എന്ന് പറയാം. 2 സ്വഭാവങ്ങൾ ഒരു വ്യക്തിയിൽ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. അതിന് 2 സ്വഭാവങ്ങളുടെ നേച്ചേഴ്സ് അതിൻ്റെ ഒരു യൂണിയൻ ആയതുകൊണ്ട് അതിനാണ് ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. 2 നേച്ചർ ഒരു വ്യക്തിയിൽ. അതാണ് കർത്താവായ യേശു ക്രിസ്തു. നമുക്ക് നമ്മുടെ ക്രിസ്റ്റോളജിയിൽ നമുക്ക് പഠിച്ചിട്ടുള്ള വിഷയമാണ്. അതുകൊണ്ട് ഇവരെന്ത് കേട്ടു എന്നുള്ളത് വളരെ വിഷയമാണ്. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ 1-ാം അധ്യായം ചേർത്ത് വായിച്ചാൽ അവർ കേട്ടത് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അത് പുത്രനെക്കുറിച്ചുള്ളതായിരുന്നു. 1-ാം അധ്യായം നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെ
തുടങ്ങുന്നത് തന്നെ ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചന മോഹൻ പിതാക്കന്മാർ അരുളി ചെയ്തിട്ട് ദൈവം സംസാരിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവം നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ മുഖാന്തരം വിവിധമായിട്ടും പിതാക്കന്മാരോട് സംസാരിച്ചു. പഴയ നിയമത്തെക്കുറിച്ച് പറയുന്നതാണ്. എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇത് അവർ കേട്ട വിഷയം എന്താണ്? ദൈവം പറഞ്ഞതും പഴയ നിയമത്തിലെ വെളിപ്പാടുകളും പുതിയ നിയമത്തിലെ വെളിപ്പാടുകളുമാണ്. പുത്രനെ സംബന്ധിച്ച കാര്യങ്ങളാണ്. അവനെ ഈ പുത്രൻ്റെ മഹാത്മ്യത്തെക്കുറിച്ചുള്ള എഴുത്താണ് ഇവിടെ. ഇത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാം ഇതായിരിക്കണം അവർ കേട്ട വിഷയമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അവൻ താൻ സകലത്തിന് അവകാശി വെച്ചു. പിതാവ് പുത്രനെ സകലത്തിന് അവകാശിയെ വെച്ചു. അവൻ മുഖാന്തരം ലോകത്തെ ഉണ്ടാക്കി. അവൻ സൃഷ്ടാവാണ്. അവൻ അവകാശിയായി വെച്ചു. എങ്കിലും ഇന്ന് നമ്മൾ കാണുമ്പോൾ ഈ അവകാശം മുഴുവൻ അത് യേശുക്രിസ്തുവിൻ്റെ അല്ല എന്ന് നമുക്കറിയാം. കാരണം എന്താണ്? ആദാമിൻ്റെ പാപനിമിത്തം ഇത് സാത്താൻ്റെ അടിമത്തത്തിലായിപ്പോയി. അതുകൊണ്ട് ഈ അടിമത്തത്തിൽ നിന്നും ഈ മരണത്തിൻ്റെ ഭീതിയിൽ നിന്നെല്ലാം നമ്മൾ വിടുവിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വിടുവിച്ചു. അത് സാധിച്ച കാര്യമാണ്. ഇനി ഇതിൻ്റെ സ്വാതന്ത്ര്യം, ഈ പരിപൂർണമായി ഈ ഭൂമിയെ ദൈവം പുതുതാക്കും എന്ന് ഇവിടെ വേദപുസ്തകം പറയുകയാണ്. അപ്പോൾ ഈ പുത്രൻ്റെ മഹാത്മ്യം അതിൽ കേട്ട വിഷയമാണ്. അതിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് മനുഷ്യപുത്രൻ എന്നുള്ളതിൽ അവൻ്റെ കാൽവരി മരണം അതിൽ നിന്ന് മാറിപ്പോകുവാനായിട്ട് സാധ്യതകളുള്ള പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും ശക്തമായ പീഡനങ്ങളും വരുമ്പോൾ മനുഷ്യനെന്നുള്ള നിലയിൽ നമുക്കത് നമ്മൾ ഇട്ടേച്ചു പോകാനായിട്ട് ഇനി പുത്രനും വേണ്ട, മനുഷ്യപുത്രനും വേണ്ട, കാൽവരിയും വേണ്ട എന്നുള്ളൊരു കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ള വിധത്തിലാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? കരുതുകൊള്ളേണ്ടത് ആവശ്യമാണ്. കേട്ട വചനം അതാണ് നമുക്ക് സുരക്ഷിത. ദൈവവും ദൈവത്തിൻ്റെ വചനവും അത് നമുക്ക് സുരക്ഷിതത നൽകുന്ന ഒരു കാര്യമാണ്. അതിനെ മുറുകെ പിടിക്കണം എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വീണ് പോകും. എന്നാൽ മൊത്തത്തിൽ വേദപുസ്തകം വായിക്കുമ്പോൾ അതുകൊണ്ട് നമ്മുടെ രക്ഷ നഷ്ടപ്പെടും എന്നൊക്കെ പഠിപ്പിക്കുന്നവരുണ്ട്. അത് തെറ്റാണത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ഒരിക്കലും അത് ദൈവം നമ്മൾ ഒന്ന് എടുത്തു കളയില്ല. കാരണം എന്താ? ദൈവത്തിൻ്റെ വചനം അങ്ങനെയാണ്. അവൻ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്ന് പറഞ്ഞാൽ അത് നിത്യജീവനുണ്ട് എന്നുള്ളത് അത് ശക്തമായ ഉപദേശം തന്നെയാണ്. അപ്പോൾ അങ്ങനെ 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ 3-ാം വാക്യം, അവൻ തൻ്റെ തേജസ്സിൻ്റെ പ്രഭയും തത്വത്തിൻ്റെ മുദ്രയും സകലത്തെയും തൻ്റെ ശക്തിയാൽ വചനത്താൽ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമുള്ള വലത്തുഭാഗത്ത് ഇരുന്നു. പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവൻ സൃഷ്ടാവാണ് എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഇവർ കേട്ട വചനം അത് ഇതെല്ലാം ആയിരിക്കണം എന്ന് പറയുന്നത് വളരെ യുക്തമാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ യേശു ക്രിസ്തുവാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് അവൻ്റെ ശക്തിയുള്ള വചനത്തിൽ വഹിക്കുന്നവനും ആകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ഈ ഇറാനും ആയിട്ടുള്ള പ്രശ്നങ്ങൾ, അമേരിക്കയും ഇന്ന് ഇസ്രായേലൊക്കെ അവർക്കെതിരായിട്ട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ അവസാനിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തു വിചാരിച്ചാൽ തീരുമാനമാകുകയുള്ളൂ. ഒരു ശമനം വരുത്തും എന്നുള്ളത് നമുക്കറിയാം. കാരണം ഈ ലോകത്തിൽ ഈ ഇസ്രായേലൊക്കെ എത്ര നാൾ അവർ സഹിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ അതിനൊരു ദൈവത്തിന് തന്നെ ഒരു ഉത്തരം നൽകേണ്ടതുണ്ട്. ഹൗ ലോങ് ദേ ഹാവ് ടു സഫർ. അവർ ദൈവത്തിൻ്റെ ജനമാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളുള്ള ഉടമ്പടികളുള്ള ജനമാണ്. അപ്പോൾ അവരെ എത്രത്തോളം ദൈവമേ നീ അവർക്ക് ഇങ്ങനെ കഷ്ടം സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ശത്രുക്കൾക്ക്, ഇസ്രായേലിലെ ശത്രുക്കൾക്ക് അവരെ പാഠം പഠിപ്പിക്കും, അവരെ ഒതുക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന് അറിയാവുന്ന കാര്യമാണ്. എങ്കിലും അത് യേശു ക്രിസ്തു വഹിക്കുന്നവനാകൊണ്ട് അവൻ വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കൃത്യസമയത്ത് അതിന് ഉത്തരം നൽകും എന്നുള്ളതും വാസ്തവമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഈ പുത്രൻ എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. എന്ത് ചെയ്തു? സ്വർഗത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്ത് അവൻ ഉപവിഷ്ടനായി ഇരുന്നു. ഇതൊക്കെ പുത്രനെക്കുറിച്ചുള്ള വെളിപ്പാടുകളാണ്. അതുപോലെ തന്നെ അങ്ങനെ ഇവിടെ പറയുന്നത് അവൻ അതിൻ്റെ 4-ാം വാക്യത്തിൽ അവൻ ദൈവ ദൂതന്മാരേക്കാൾ പുത്രനെക്കുറിച്ച് പറയുകയാണ്. വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിനൊത്തവണ്ണം അവരേക്കാൾ ശ്രേഷ്ഠനായി തീരുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ദൂതന്മാരുമായിട്ടുള്ള എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് നമുക്കൊരു സൂചനയുണ്ട്. അത് എന്തായിരുന്നു എന്ന് നമുക്ക് പഠിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ദൈവം നമ്മളതിനെ സഹായിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇപ്പോൾ ഗ്രീക്കുകാരും
ഗ്രീക്ക് പണ്ഡിതന്മാരും യഹൂദ പണ്ഡിതന്മാരുടെയൊക്കെ ഇടയിൽ ഇങ്ങനെയുള്ള ഒരുപാട് ദുരുപദേശങ്ങളുണ്ടായിരുന്നു. അതൊക്കെ എന്തൊക്കെയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ദൈവം ഇങ്ങനെ എഴുതിയിരിക്കുന്നതെല്ലാം നമുക്ക് പിൽക്കാലങ്ങളിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ 8-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഈ പുത്രനെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളിലൂടെ പറഞ്ഞിരിക്കുകയാണ്. പുത്രനോടോ ദൈവമേ നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്. പുത്രൻ നിത്യനാണ്, ഈസ് എറ്റേണൽ ആൻഡ് എറ്റേണിറ്റി ഓൺലി ബിലോങ്സ് ടു ഗോഡ്. ദൈവമാണ് എന്നുള്ളത് യാതൊരു സംശയവുമില്ല. നിൻ്റെ സിംഹാസനം എന്നും എന്നേക്കും ഉള്ളത്. നിൻ്റെ രാജ്യത്തിൻ്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. നീ നീതിയെ ഇഷ്ടപ്പെടുകയും ദുഷ്ടതയെ ദോഷിക്കുകയും ചെയ്തിരിക്കൽ. ദൈവമോ നിൻ്റെ ദൈവം നിൻ്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു എന്നും. കർത്താവ് നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടും ആകാശത്ത് നിൻ്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു, അവ നശിക്കും, നീ നിലയ്ക്കും. സൺ ഈസ് എറ്റേണൽ, നിത്യനാണ് എന്നുള്ളത് യാതൊരു സംശയമില്ല. ഈ കാണുന്ന ഭൂമി അത് പുതിയതാക്കപ്പെടും എന്നുള്ളതിനും സംശയമില്ല. അതെല്ലാം ചെയ്യാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് എന്നുള്ളത് നമുക്ക് അറിയാം. അപ്പോൾ 9-ാം വാക്യത്തിലും 12-ാം വാക്യമൊക്കെ ശക്തമായ ഉപദേശങ്ങളാണ്. അതുമാത്രമല്ല, അതിൻ്റെ 13-ാം വാക്യത്തിൽ പിന്നെ എഴുതിയിരിക്കുകയാണ്, നിൻ്റെ ശത്രുക്കളെ ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പാദമിടോ. ഞാൻ എന്ന് പറയുന്നത് ഇവിടെ പിതാവാണ് സംസാരിക്കുന്നത്, ഗോഡ് സംസാരിക്കുന്നത്. ഞാൻ നിൻ്റെ ശത്രുക്കളെ നിനക്ക് പുത്രൻ്റെ പാദപീഠമാക്കുവോളം പുത്രൻ എൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് വേറെ ആരോടും പറഞ്ഞിട്ടുണ്ട്, ദൂതന്മാരോടും പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ ഇന്നത്തെ മഹിമ സ്ഥാനം അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതുമാത്രമല്ല, എൻ്റെ ശത്രുക്കളെ ഇന്ന് പാദപീഠമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് നമ്മളിന്ന് ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തിൽ നമ്മൾ കാണുന്നത്. ശത്രുക്കളെ പാദപീഠമാക്കുന്ന ഒരു വേല. അത് എത്ര നാളെടുക്കും, എങ്ങനെയൊക്കെ ആയിരിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കുമെന്നുള്ളത് നമുക്കറിയാം. എന്നല്ലേ ഇത് കർത്താവ് യേശുക്രിസ്തു വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവൻ്റെ സമയത്ത് അത് പൂർത്തിയാക്കും എന്നുള്ള നിസ്സംശയം നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ അതുകൊണ്ട് പുത്രൻ 1-ാം അധ്യായത്തിൻ്റെ 10ഉം 12ഉം വാക്യങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ ഭൂമിയെ അവൻ പുതിയതാക്കും. ദൈവം മാത്രമേ നിത്യനായിട്ടുള്ളവൻ. സൃഷ്ടി അപ്രകാരമാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന് പുതിയതാക്കേണ്ട ആവശ്യമുണ്ട്. കാരണം അത് അങ്ങനെയൊക്കെയാണ് ദൈവത്തിൻ്റെ വെളിപ്പാടുകൾ. ഇവയെല്ലാമാണ് ഈ എബ്രായ ലേഖനത്തിൻ്റെ ശ്രോതാക്കൾ ഇത് വായിച്ചവർ മനസ്സിലാക്കിയിരുന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്. കേട്ട കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരിൽ നിന്ന് കേട്ടു എന്നതും പ്രസക്തമാണ്. വിൻസെൻ്റ് തോമസ് ഇത് പറയുന്നതാണെങ്കിൽ നിങ്ങൾ കേൾക്കരുത്. ഇത് ദൈവവചനത്തിൽ നിന്നുള്ള വായനയാണ്. അതിനെ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് വിഭജിച്ച് നിങ്ങൾക്ക് തരിക എന്നുള്ള എൻ്റെ ഉത്തരവാദിത്തം. അത് ദൈവത്തിൽ നിന്നാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളിത് കേട്ടത് കൊണ്ട് ഗുണമുള്ളൂ. അല്ലാണ്ട് വിൻസെൻ്റ് തോമസ് പറഞ്ഞുകൊണ്ട് വേറെ ആര് പറഞ്ഞുകൊണ്ട് യാതൊരു ഗുണവുമില്ല. ഇന്നത്തെ സഭകളിലൊക്കെ നടക്കുന്നത് അങ്ങനെയാണ്. ഓരോരുത്തരുടെ സുവിശേഷം പറയുന്നു, അവരുടെ പിന്നാലെ പോകുന്നു, അവരുടെ കാശ് ദശാംശം വാങ്ങുന്നു, അവരെ അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അതുകൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല. കാര്യമുള്ളത് ഇത് ദൈവത്തിൽ നിന്നാണോ കേട്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ദൈവത്തിൽ നിന്ന് കേൾക്കണം, ദൈവവചനത്തിൽ നിന്ന് കേൾക്കണം, ദൈവത്തിൽ അംഗീകാരമുള്ളവരിൽ നിന്ന് കേൾക്കണം. കലർപ്പില്ലാത്ത ദൈവവചനം പ്രസംഗിക്കുന്നത് കേൾക്കണം. എന്നാൽ മാത്രമേ നമുക്കിതുകൊണ്ട് ഗുണകരമായിരിക്കുകയുള്ളൂ. അത് മാത്രമല്ല, ഇത് ഇപ്രകാരം തന്നെയോ എന്ന് നമ്മൾ വ്യക്തിപരമായിട്ട് നിങ്ങൾ ഏത് പരിഭാഷയായിക്കോട്ടെ, POC ബൈബിൾ ആയിക്കോട്ടെ, ഗുണ്ടർട്ടിൻ്റെ പരിഭാഷ ആയിക്കോട്ടെ, മറ്റേ ഓശാന ബൈബിൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് പരിഭാഷകൾ നമുക്ക് സുലഭമാണ്. നമുക്ക് ഏത് പരിഭാഷയും നോക്കി. എന്നാൽ അത് ശരിയായിട്ടുള്ള അത് അപ്രകാരം തന്നെയോ എന്ന് പരിശോധിച്ച് ബോധ്യപ്പെട്ട് അത് വിശ്വസിച്ച് മുന്നോട്ട് പോകുക, അത് കരുതിക്കൊള്ളേണ്ടത് ആവശ്യവും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ്. കാരണം ദൈവം കണക്ക് ബോധിക്കുന്ന ഒരു ദിവസമുണ്ട്. ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സന്ദേശത്തിന് വിരാമമിടാം. ദൈവമായ കർത്താവേ, സ്വർഗീയ പിതാവേ, കേൾപ്പിച്ച വചനത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. ഞങ്ങളെ കൂടുതലും കേൾപ്പിക്കണമേ, അത് മനസ്സിലാക്കാൻ ഞങ്ങളെ കൃപയാൽ സഹായിക്കണമേ. അത് വിശ്വസിച്ച് നിത്യജീവനുള്ളവരായിട്ട് നിൻ്റെ
അനുഗ്രഹങ്ങൾക്ക് അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. സമാധാനവും സന്തോഷവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾ കേട്ടതിന് നന്ദി. ദൈവം അനുവദിച്ചാൽ അടുത്ത ആഴ്ച കാണാം, കേൾക്കാം, തുടരാം.